Good morning, my dears. Then next our topic, objectives of the firm. Then relating to managerial economics, what are the objectives of a firm? Then it may be classified into three. Then first one is value maximization model, and second one is utility maximization model, and third one is sales maximization model. These are the different models of relating to objectives of the firm. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റീവ്സിനെ ഡിഫറെൻറ്റ് മോഡൽസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ആണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ, ആൻഡ് തേർഡ് വൺ ആണ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. ദെൻ ഇവിടെ ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഓഫ് മൈക്രോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഫേം. It is important to understand how the firm reaches equilibrium. How the firm reaches equilibrium. Equilibrium output and equilibrium price are influenced by the goals of the firm. Equilibrium output and equilibrium price are influenced by the goals of the firm. അതായത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. നമ്മളിപ്പോൾ ഒരു 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്ര രൂപ വെച്ചിട്ടാണ് നമ്മൾ വിൽക്കുക, അങ്ങനെയായിരിക്കും അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ്. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഒരു ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ഔട്ട്പുട്ടും ഇത്ര രൂപയ്ക്ക് ഇത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതിനാണ്. നമ്മളതിനെ പഠിക്കും എക്കണോമിക്സിൽ, അതെങ്ങനെയാണ് ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തുക എന്ന് പഠിക്കും. അവിടെ ആ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ്. ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഗോൾസ് ഓഫ് ദ ഫേം. എ ബിസിനസ് ഫേം മേ പേഴ്സ്യൂ ഡിഫറെൻറ്റ് ഗോൾസ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് അറ്റ് ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ടൈം. ഡിഫറെൻറ്റ് ടൈംസിലും ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലും ഡിഫറെൻറ്റ് മോഡൽസാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം, ലെറ്റ് us look at 3 models. First one is value maximization model, second one is utility maximization model, and third one is sales maximization model. Then first one is value maximization, second one is utility maximization, and third one sales maximization. ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് കാണുന്നത് അതിൻ്റെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനാവാം, അതായത് മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ സെയിൽസ് മാക്സിമം ആക്കി കഴിഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അതാണ് ആ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ത്രൂ സെയിൽസ് മാക്സിമൈസേഷൻ, അതായിരിക്കാം അവരുടെ ഒബ്ജക്റ്റ്. ചില മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ മാക്സിമൈസേഷൻ. ഇന്നത്തെ കോൺസെപ്റ്റൊക്കെ മാറി ഇന്ന് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നൊരു ടേമാണ് ഇത്, വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. വാല്യൂ മീൻസ് ബെനിഫിറ്റ് ഓവർ ദി കോസ്റ്റ്. എല്ലായ്പ്പോഴും നമുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു മൂല്യമുള്ളതാവും. നമ്മളൊരു ക്ലാസ് കേട്ട് ഇറ്റ് ഈസ് വാല്യുബിൾ ഓർ നോട്ട് അല്ലേ നമ്മൾ ചിന്തിക്കും. അതായത് അത് വാല്യൂ പ്രൊവൈഡ് ചെയ്തു, ഇഫ് ഇറ്റ് ഈസ് വാല്യുബിൾ അല്ലേ, അത് വാല്യൂ ഉള്ളതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അത് ഇറ്റ് ഈസ് വാല്യൂ ഓറിയൻറ്റഡ്. അതായത് നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാളും കൂടുതലായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ബെനിഫിറ്റ് ഓവർ ദ കോസ്റ്റ്. നമ്മളൊരു 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 50 രൂപയുടെ 100 രൂപയുടെ യൂട്ടിലിറ്റി നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ബെനിഫിറ്റ് അതിനുണ്ട്, നമുക്ക് തോന്നാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് വാല്യൂ. അവിടെയാണ് നമുക്ക് വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ ഫസ്റ്റ് മോഡല് വാല്യൂ മാക്സിമൈസേഷൻ മോഡലാണ്. സെക്കൻഡ് മോഡല് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, effective utilization of manpower, effective utilization of raw materials, effective utilization of machineries. അപ്പോൾ ഏതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം തന്നെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം സെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മാക്സിമം പ്രോഫിറ്റ് ത്രൂ മാക്സിമം സെയിൽസ്, അതാണ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. ദെൻ ഫസ്റ്റ് വൺ ഈസ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ. എന്താണ് വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദെൻ വാല്യൂ മാക്സിമൈസേഷൻ മീൻസ്, അവിടെ ഒരു മീനിങ് എഴുതുക. വാല്യൂ മാക്സിമൈസേഷൻ ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് adding to an individual network by increasing the share price of the common stock in which individuals has invested. Then that means
according to value maximization model, the aim of the firm to management to maximize value of shareholders, value of the firm, and can be seen from different perspectives. അതായത് according to value maximization model, the aim of the firm is to management to maximum value of shareholders. Then it provides maximum value of shareholders or maximum value of the shareholders or value of maximum. Then ഇവിടെ aims maximum value of shareholders, maximum value of shareholders, പിന്നെ maximum value of firm, maximum value of firm. നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. അതായത് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത് ദെൻ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ എയിംസ് അറ്റ് മാക്സിമം വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ മാക്സിമം വാല്യൂ ഓഫ് ദ ഫേം. അപ്പോൾ അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പം ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരാ? ഷെയർ ഹോൾഡേഴ്സ് ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്, ഒരു കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർ വാല്യൂ മാക്സിമത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക, മാക്സിമം ഷെയർ വാല്യൂയിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവാം, മാക്സിമം ഡിവിഡൻഡ് കൊടുക്കാം, മാക്സിമം നെറ്റ്വർത്ത് ക്രിയേറ്റ് ചെയ്ത്, ഇതൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓവറോൾ എഫിഷ്യൻസിയാണ് അവിടെ വാല്യൂ മാക്സിമൈസേഷൻ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷനാണ്. വാല്യൂ മാക്സിമൈസേഷൻ ഇസ് എ ബ്രോഡ് കോൺസെപ്റ്റാണ്, ഒരു നാരോ കോൺസെപ്റ്റ് അല്ല. ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് കൂടി എന്ന് പറയുന്നത് വൺ ഓഫ് ദി റീസൺ ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ. ഇറ്റ് ഇൻക്രീസ് ക്രെഡിറ്റ് വർത്തിനെസ്, അതായത് ഏത് സ്ഥാപനത്തിന് കടം വാങ്ങാൻ മാത്രമുള്ള ക്രെഡിറ്റ് വർത്തിനെസ് ആ സ്ഥാപനത്തിനുണ്ടെന്ന് പറയുമ്പോൾ ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ. മാക്സിമം പ്രോഫിറ്റ്, ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ. മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, മാക്സിമം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ദെൻ ഇതെല്ലാം ഓവറോൾ ഏതിലേക്ക് പോവാണ്? ഓവറോൾ ജനറേറ്റ് ദ വാല്യൂ മാക്സിമൈസേഷൻ ഓഫ് ദ ഫേം. അങ്ങനെ ആ സ്ഥാപനത്തിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഇത് ആക്ട് ഓർ പ്രോസസ് ഓഫ് ആഡിങ് ടു ആൻ ഇൻഡിവിജ്വൽ നെറ്റ്വർത്ത്. കണ്ടോ, ഇത് ആക്ട് ഓർ പ്രോസസ് ഓഫ് ആഡിങ് ടു ആൻ ഇൻഡിവിജ്വൽ നെറ്റ്വർത്ത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ നെറ്റ്വർത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആക്ട് ഓർ പ്രോസസ് ഓഫ് ആഡിങ് to an individual net worth by increasing the share price of the common stock in which individual has invested. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് അതിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നതാണ്. അക്കോർഡിംഗ് ടു ദ വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ, ദ വാല്യൂ ഓഫ് എയിം ഓഫ് ദ ഫേം ഈസ് ടു എയിം ഓഫ് ദ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് വാല്യൂ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. നമ്മൾ 10 രൂപയുടെ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ പോലും നമ്മൾ ആ കമ്പനിയുടെ ഓണർ ആയി കഴിഞ്ഞു, ആ ഷെയർ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ. ദെൻ വാല്യൂ ഓഫ് ദ ഫേം ക്യാൻ ബി സീൻ ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. ഇനി അതായത് ഫസ്റ്റ് പോയിന്റ് 2 തരത്തിലാണ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണോ? ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. അത് ആ സ്ഥാപനത്തിന് ഒരു വൈഡർ കോൺസെപ്റ്റാണുള്ളത്, ഒരു വൈഡ് കോൺസെപ്റ്റാണ്. ആ വൈഡ് കോൺസെപ്റ്റിൽ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷൻ മോഡലാണ്. അപ്പോൾ ഞാൻ വാല്യൂവിൻ്റെ കറക്റ്റ് മീനിങ് പറഞ്ഞു. വാല്യൂ മീൻസ് ബെനിഫിറ്റ് ഓവർ ദ കോസ്റ്റ് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും മൂല്യമുള്ളതായിട്ട് ഫീൽ ചെയ്യണം. ആ സ്ഥാപനത്തിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയാണ് അവിടെ വാല്യൂ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് മേ ബി the value maximization model aims at maximum value of the shareholders. ഷെയർഹോൾഡേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൽ, ഞാനിപ്പോൾ 10 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടി അതിൽ കൂടുതൽ വാല്യൂ ഉള്ളതായിട്ട് അതിന് എപ്പോഴാണോ ആ കമ്പനിയുടെ ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് വെച്ചാൽ ദറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് ഷെയർഹോൾഡേഴ്സിന് മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് മാക്സിമം വാല്യൂ ഓഫ് ദ ഫേം. ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക ഓവറോൾ. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ഇതിൽ പറയുന്നത്. ദെൻ അവിടെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട് വാല്യൂ ഓഫ് ദ ഫേം എന്നുള്ളതിനെ. ദെൻ ഫസ്റ്റ് വൺ ഈസ് വാല്യൂ ഓഫ് ദ ഫേം ക്യാൻ ബി ഡൺ ബൈ അസസിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. കോസ്റ്റ് ഈസ് ഇൻക്ലൂഡ് അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്, അതായത് ഇപ്പം നമ്മളൊരു 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിട്ടേൺ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ് അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. വാല്യുവേഷൻ ഓഫ് എ ഫേം ക്യാൻ ബി ഡൺ ബൈ അസസിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. കോസ്റ്റ് ഈസ് ഇൻക്ലൂഡ് അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ ബട്ട് റവന്യൂ അറൈസസ് ഫ്രം ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്.
Therefore, it is important to calculate the present value of the future cash flows. The discounted present value of future cash flows reflect the value of the firm. അതായത് the discounted present value of future cash flows reflect the value of the firm. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു എമൗണ്ട് പോലും നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആക്യുറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ടെക്നിക് ഈസ് ഓൾസോ കോൾഡ് ആസ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ. Value of the firm can also be seen from stock market perspective. In capital market, the concept of market capitalization is used to denote the value of the firm. ഇനി ക്യാപിറ്റൽ മാർക്കറ്റിനാണെങ്കിൽ അതായത് നമ്മൾ സാധാരണ രീതിയിൽ മാർക്കറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യും. ഷോർട്ട് ടൈം സെക്യൂരിറ്റീസ് ആർ എക്സ്ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് ഈസ് കോൾഡ് ആസ് money market, and long term securities are exchanged market is called as capital market. അപ്പോൾ ലോങ് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഷെയർസ്, ഡിബഞ്ചേഴ്സ് പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ലോങ് ടേം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെ വാല്യൂ ഓഫ് ദ ഫേം ക്യാൻ ഓൾസോ ബി സീൻ ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവ്. ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. Market capitalization is the value of the firm from the market perspective. It arrived at by multiplying the number of shares of the company by the market price of the share. Market price of the stock depends upon the profitability of the business. Value of the firm represents the wealth of its shareholders. വാല്യൂ ഓഫ് ദ ഫേം എന്ന് പറയുന്ന ആ ഒരൊറ്റ വേർഡ് തന്നെ വാല്യൂ ഓഫ് ദ ഫേം റെപ്രസെൻറ്റ്സ് എന്താണ്? വാല്യൂ ഓഫ് ദ ഫേം റെപ്രസെൻറ്റ്സ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഞാൻ പറഞ്ഞു ആദ്യം വാല്യൂ മാക്സിമൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവറോൾ പെർഫോമൻസ്, ഓവറോൾ എഫിഷ്യൻസി, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏരിയ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പഠിക്കും വെൽത്ത് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ദെൻ വെൽത്ത് മാക്സിമൈസേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദ ഫേം റാദർ ദാൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഒരു സ്ഥാപനത്തിന് ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നതിനേക്കാളും ഉപരി വലിയൊരു ടേമാണ് എന്ത്? വാല്യൂ മാക്സിമൈസേഷൻ ഓർ വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ. യൂട്ടിലിറ്റി എന്ന് പറയാം, അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, ക്രെഡിറ്റ് വർത്തിനെസ് ഇൻക്രീസ് ചെയ്യാം, കോമ്പറ്റിംഗ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാം, ദെൻ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തിയും. ഇങ്ങനെ ഓവറോളായിട്ട് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ സ്ഥാപനത്തിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റ് മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ടേംസിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ വാല്യൂ മാക്സിമൈസേഷൻ ഇറ്റ് ഇൻക്രീസ് ദ ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. Then it is also called as, therefore this model is also known as shareholders wealth maximization model. ഇതിന് നമ്മൾ shareholders wealth maximization model എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. Words most valuable companies in terms of market capitalization area: Apple, Alphabet, Microsoft and Amazon. These are the most valuable companies in terms of market capitalization. In India, leading companies in market capitalization: TCS, Reliance Industries, HDFC Bank, HDFC and HUL etc. ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് എന്തെന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്? വാല്യൂ മാക്സിമൈസ്ഡ് ഫേംസ് എന്നുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏരിയാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സെക്കൻഡ് വൺ ഈസ് യൂട്ടിലിറ്റി. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് മോഡലിലായിരിക്കാം? വാല്യൂ മാക്സിമൈസേഷൻ മോഡലായിരിക്കാം. ദെൻ വേറൊരു അനദർ മോഡൽ എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലാണ്. യൂട്ടിലിറ്റി യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ. ഈ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലിലെ then utility means the state or quality of being useful. അതാണ് യൂട്ടിലിറ്റി. that means the state or quality of being useful. state or quality of
ബീയിങ് യൂസ്ഫുൾ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മാൻ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ കൊണ്ട് നമ്മൾ 8 മണിക്കൂർ പണിയെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ മാക്സിമം യൂട്ടിലിറ്റി ആയി, അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റായി. റോ മെറ്റീരിയൽസ് നമുക്ക് ഇത്രമാത്രം, അതായത് ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഇത്രയാണ് റോ മെറ്റീരിയൽസ് എടുക്കേണ്ടത്, അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് എത്തിക്കുക. നോ വേസ്റ്റേജ്, അവിടെ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം യൂസ്ഫുള്ളാക്കി മാറ്റുക. എനർജി, ഇലക്ട്രിസിറ്റി എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ തന്നെ വാട്ടർ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനാണ് നമ്മൾ ക്രിയേറ്റ്. അപ്പോൾ അതായത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി ബീയിങ് യൂസ്ഫുൾ, സ്റ്റേറ്റ് ഓർ ക്വാളിറ്റി ഓഫ് ബീയിങ് യൂസ്ഫുൾ, നമ്മൾ എടുക്കുന്നതിൻ്റെ ക്വാളിറ്റി ബീയിങ് യൂസ്ഫുൾ, അതിന് എത്രമാത്രം നമുക്കത് യൂസ്ഫുള്ളാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത്. ചില ഫേമുകൾ അഡോപ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലിറ്റി മോഡലായിരിക്കും. മാക്സിമം ഇഫക്റ്റീവായിട്ട് മാൻ പവർ യൂട്ടിലൈസ് ചെയ്യുക, മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യുക, മെഷീനറി, ഒരു ഐഡിൽ കപ്പാസിറ്റീസും ഇല്ലാതെ അവരുടെ ലക്ഷ്യം അതാണ്, എന്ത്, ഇഫക്റ്റീവായിട്ട് എല്ലാ റിസോഴ്സസും യൂട്ടിലൈസ് ചെയ്യുക. വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. അങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് റിഡക്ഷനിലേക്ക് അത് ലീഡ് ചെയ്യും. കോസ്റ്റ് റിഡക്ഷൻ ഈൽഡ്സ് ടു ദ മാക്സിമം പ്രോഫിറ്റ്, അല്ലേ? നമുക്കറിയാലോ, 5 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി 3 രൂപ ലാഭം ഇട്ട് കഴിഞ്ഞാൽ 5 3 8 രൂപയ്ക്ക് നമുക്കത് വിൽക്കാം. അവിടെ നമുക്ക് ഇനി 4 രൂപ പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 രൂപ ഇട്ട് വിൽക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീറ്റേഴ്സിന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവർ 7 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടാവും, നമ്മുടെ പ്രൊഡക്റ്റ് 9 രൂപയായി. അപ്പോൾ ഏത് പ്രൊഡക്റ്റും പിന്തള്ളപ്പെടും, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് പിന്തള്ളപ്പെടും, ഇല്ലേ? അതാണ് അവിടെ യൂട്ടിലിറ്റി മോഡൽ എന്ന് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞ കോസ്റ്റ്. ദെൻ അവിടെ നമുക്ക് ഞാൻ ആ യൂട്ടിലിറ്റി മോഡലിലേക്ക് എത്തിക്കാം. അതായത് അവിടെ വില, അപ്പോൾ നമുക്ക് 4 രൂപയ്ക്ക് വിൽക്കാനായിട്ട് 4 രൂപ പ്രോഫിറ്റ് ഇടാനായിട്ട് സാധിക്കില്ല. പിന്നെ 4 രൂപ നമുക്ക് പ്രോഫിറ്റ് വേണേനും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 5 രൂപ എന്ന് പറയുന്ന കോസ്റ്റിന് നമ്മൾ 4 രൂപയായിട്ട് കുറയ്ക്കേണ്ടി വരും. കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്ക്. അപ്പോൾ അവിടെ നമുക്ക് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ ഉപയോഗിക്കാം. എല്ലാ റിസോഴ്സസും ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് റിഡക്ഷൻ സാധ്യമാവും. കോസ്റ്റ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 4 രൂപയായി കഴിഞ്ഞാൽ 8 രൂപയ്ക്ക് തന്നെ നമുക്ക് വിൽക്കാം, 4 രൂപ പ്രോഫിറ്റും കിട്ടി. കേട്ടോ, കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനതിൽ utility maximization model, it has been argued that sometimes managers attempt to maximize their utility benefit. Maximum utility എത്തിക്കുക. Modern managers are compensated lavishly through attractive salaries, perquisite, employee stock option scheme, or ESOP, ESOP, employee stock option program, commission, etc. At times, business managers find that opportunities for maximizing their utility are very favorable. Then they pursue the utility maximization model. And modern managers are compensated lavishly through attractive salary. അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മോഡേൺ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന ചില ടെക്നിക്സാണ്. മാക്സിമം യൂട്ടിലിറ്റിയിലേക്ക് എത്തിക്കണം. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ളതാണ്. ആ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഡേൺ മാനേജേഴ്സ് ആർ കോമ്പൻസേറ്റഡ് ലാവിഷ്ലി. ഇഷ്ടം പോലെ അവരെന്ത് ചെയ്യുന്നു, കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. ത്രൂ അട്രാക്റ്റീവ് സാലറീസ്, നല്ല സാലറി കൊടുത്തിട്ട് അവരെ കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പെർക്വിസിറ്റ് such as, the next one is ESOP. ESOP means employees stock option program, കമ്മീഷൻ എക്സെട്ര. അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന എല്ലാ മേഖലയിലും എല്ലാ ബെനിഫിറ്റും കൊടുത്തുകൊണ്ട് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അറ്റ് ടൈംസ് ബിസിനസ് മാനേജേഴ്സ് ഫൈൻഡ് ദാറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മാക്സിമം ദെയർ യൂട്ടിലിറ്റി ആർ വെരി ഫേവറബിൾ. മാത്രമല്ല അവർ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്ന് പറയുന്നത് ഒരു ഫേവറബിൾ പൊസിഷനാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ്. Then they pursue the utility maximization model. Then this happened during the housing boom in the US during 2003-07. Investment banks like Lehman Brothers invested heavily in derivative instruments and made through huge profit. The management which was focused on their short-term utility maximization sacrificed the long-term interest of other stakeholders. നമ്മളെപ്പോഴും ഷോർട്ട് ടൈം ആയിട്ടുള്ള യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മാത്രം നോക്കരുത്. ഇങ്ങനെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു ലോങ് ടൈം ഫോർകാസ്റ്റിംഗ് കൂടെ ഉണ്ടായിരിക്കണം. ഡ്യൂറിങ് ദ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഓഫ് 2008, many financial institutions collapsed. Some were bailed out by government with taxpayers' money.
In this practice, privatization of profit and socialization of losses come in the serious criticism. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നിരിക്കുന്നതാണ് പ്രൈവറ്റൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് സോഷ്യലൈസേഷൻ ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അവിടെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഈസ് നെസസറി. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്ന പോയിൻ്റാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം ഇൻ ഡിഫറെൻറ്റ് മോഡൽസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വാല്യൂ മാക്സിമൈസേഷൻ ആയിരിക്കാം. വേറൊരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡലാണ്. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നതാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്, അവരുടെ ഒബ്ജക്റ്റ് അതാണ്. ദെൻ തേർഡ് വൺ പറയുന്നത് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. മാക്സിമം സെയിൽസ് ആണ് ഏതിലേക്ക് ലീഡ് ചെയ്യുക, മാക്സിമം സെയിൽസ് ലീഡ്സ് ടു മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഇത് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ William Baumol often firms then suggest the firms seem to maximize sales rather than maximize profit. പ്രോഫിറ്റ് കൂട്ടുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാനാണ് പറയുന്നത്. വൺസ് എ ഡിസൈൻ ലെവൽ ഓഫ് ബിസിനസ് പ്രോഫിറ്റബിലിറ്റി ഈസ് റീച്ച്ഡ്, ഫേംസ് മേ ട്രൈ ടു pursue നോൺ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ്സ്. ദർ ആർ many advantages associated with sales maximization. സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പേഴ്സ്യൂട്ട് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻവോൾവ്സ് മെനി റിസ്ക്. നമുക്കറിയാം സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്തോളും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ് മേ അട്രാക്ട് ക്രിറ്റിസിസം ഓഫ് പ്രോഫിറ്ററിങ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. ഹൈ ലെവൽ ഓഫ് പ്രോഫിറ്റ് മേ അട്രാക്ട് ക്രിറ്റിസിസം ഓഫ് പ്രോഫിറ്ററിങ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൺസ്യൂമർ. നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മാക്സിമം കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സസീവ് പ്രോഫിറ്റ് വിൽ അട്രാക്ട് മോർ ഫേംസ് ടു ഇൻഡസ്ട്രി ആൻഡ് ഇൻക്രീസ് കോമ്പറ്റീഷൻ. ദിസ് വിൽ ഇമ്പാക്ട് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ലോങ് റൺ. Similarly, high profit can attract government intervention and sometimes higher level of taxation. These problems can be avoided if the firm aims to sales maximization rather than profit maximization. When sales increases, the status of the firms goes up. It will be treated as market leader. അവിടെ നമ്മളോട് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് മാത്രം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അവിടേക്ക് കോമ്പറ്റീറ്റേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് തുടങ്ങും. ലോങ് റണ്ണിൽ നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത് ടാക്സ് അതോറിറ്റീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ടേം എന്ന് പറയുന്നത് സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ടേമിനായിരിക്കണം. അപ്പോൾ സെയിൽസ് മാക്സിമൈസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ വില്യം ബോമോൾ. അക്കോർഡിംഗ് ടു ബോമോൾ, ഓഫൺ ഫേംസ് മാക്സിമം സെയിൽസ് rather than maximum profit. Once a decent level of business profitability is reached, firm may try to pursue non-profit objectives. These are the important models of objectives of the firm. Then അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. വാല്യൂ മാക്സിമൈസേഷൻ, അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേമിനെ ഡിഫറെൻറ്റ് മോഡൽസ് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ ആൻഡ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ നമ്മൾ എന്താ പഠിച്ചത്? വാല്യൂ മാക്സിമൈസേഷൻ മീൻസ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ഫേം. വാല്യൂ മാക്സിമൈസേഷനിൽ ഉദ്ദേശിക്കുന്നത് എയിംസ് അറ്റ് മാക്സിമം വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഓൾസോ മാക്സിമം വാല്യൂ ഓഫ് ദ firm. Utility maximization model, it increase, that means effective utilization of resources. Utility maximization model, effective utilization of resources. Sales maximization model, maximum sales, then maximum sales എന്ന് പറയുന്നതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് വാല്യൂ. ദെൻ തേർഡ് പോയിന്റിൽ മാക്സിമം സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അപ്പോൾ അതിൽ ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്കൊരു അനാലിസിസ് നടത്താം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പഠിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുശേഷം നമുക്കതിൻ്റെ ആ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അവസാനിപ്പിക്കാം.
Then first chapter Introduction to Managerial Economics, that is the first topic. Introduction to Managerial Economics. Managerial Economics endaanu parnu. Managerial Economics means economic principles or economic techniques are applied in managerial area for decision making process is called as managerial economics. Managerial economics comprises two terms, that is first one is managerial and second one is economics. That means economic tools or techniques are applied in managerial area for decision making process, that is called as managerial economics. Father of managerial economics, Joel Dean is the father of managerial economics. Then managerial economics എന്താണെന്ന് പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് managerial economics ആണ്, അല്ലാതെ economics അല്ല. economics എന്ന് പറയുന്ന ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ്. എക്കണോമിക്സിലെ ഒറിജിൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞു, വാണ്ട്സ് ഇഫർട്ട് ആൻഡ് ഇൻകം കോൺസ്റ്റിറ്റ്യൂട്ട് എക്കണോമിക്സ്, സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു. അതായത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷനുമാണ് അവിടെ എന്ത് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. വാണ്ട്സ് ഇഫർട്ട് ആൻഡ് ഇൻകം കോൺസ്റ്റിറ്റ്യൂട്ട് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. The study of economics helps him to get maximum satisfaction from the scarce resources. Next, meaning and definition of economics. Economics is a social science and is called as social being. It studies mankind and society. അത് പഠിച്ചിട്ടുണ്ട്. ദെൻ ഇനി എക്കണോമിക്സിന് 4 ഡെഫിനിഷൻസ് ആണ്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് മോഡേൺ ഡെഫിനിഷൻ, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വെൽത്ത് ഡെഫിനിഷൻ കോൺട്രിബ്യൂട്ടഡ് ബൈ Adam Smith, welfare definition Alfred Marshall, Robbins, scarcity definition Professor Samuelson's contributed the growth definition. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ദെൻ what are the difference between മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ ശരിക്കും എക്കണോമിക്സിന് 2 പഠന ശാഖകളുണ്ട്. ഒന്ന് മാക്രോ എക്കണോമിക്സും മറ്റൊന്ന് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താ, മാക്രോ എക്കണോമിക്സിലെ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് എക്കോണമി ആസ് എ വോൾ, മുഴുവനായിട്ടും എക്കണോമിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഇത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദെൻ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ ഫേം ഓർ കൺസ്യൂമർ. ഒരു കൺസ്യൂമറുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ് അവിടെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കോൺസെപ്റ്റുകളുണ്ട്, മൈക്രോ എക്കണോമിക്സും അതുപോലെ തന്നെ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റുകളുണ്ട്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ദെൻ മൈക്രോ എക്കണോമിക്സിലെ ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. അതായത് മൈക്രോ എക്കണോമിക് എന്ന് പറയുന്നത് ഒരു നാരോവർ കോൺസെപ്റ്റും അതേസമയം ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ബിസിനസ് യൂണിറ്റ്, ഇൻഡിവിജ്വൽ മാർക്കറ്റ് എക്സെട്ര, അങ്ങനെയാണ് പറയാം. സോ ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഇത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സ് എ വൈഡർ കോൺസെപ്റ്റ്, ദെൻ എൻറ്റയർ എക്കോണമി, ദെൻ ഇറ്റ് ഫോക്കസ് ഓൺ ഇൻകം, ഇറ്റ് എയിംസ് അറ്റ് മച്ച് കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പോളിസി ഫോർമുലേഷൻ etc. These are the difference between. about ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സാധ്യതയുണ്ട്. what is the difference between microeconomics and macroeconomics. Then next one is managerial economics. Managerial economics ഞാൻ എന്താണെന്ന് പറഞ്ഞു. father of managerial economics Joel Dean. അതുപോലെ തന്നെ ആദം സ്മിത്ത് ഈസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു. എക്കണോമിക്സിലെ മാനേജീരിയൽ എക്കണോമിക്സിലെ ദെൻ ഇറ്റ് കംപ്രൈസസ് 2 ടേംസ് എന്ന് പറഞ്ഞു, ദ എക്കണോമിക് തിയറി ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്. എക്കണോമിക് കോൺസെപ്റ്റ് ഓർ എക്കണോമിക് ടെക്നിക്സ് ഓർ എക്കണോമിക് ടെക്നിക്സ് ആർ അപ്ലൈഡ് ഇൻ managerial area. So it is comprises 2 terms. Then first one is economic theory and second one is business management. Then next topic is what are the features of managerial economics. ഓർക്കുന്നുണ്ടാവും, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക് ഇൻ ക്യാരക്ടർ, മൈക്രോ എക്കണോമിക് ഇൻ ക്യാരക്ടർ ആൻഡ് നോർമാറ്റീവ് ഇൻ സയൻസ്. Normally normative, so it is a practically applied, that is a normative in nature. Then pragmatic means practically oriented. Then prescriptive, it provides, it is such as solution. Then uses of the firm
uses of the firm എന്ന് പറയുന്നതിൽ it is applied in managerial economics is a branch of economics. It fill the gap between economic theory and business management. So this is the application of managerial economics. The next one is management oriented. Managerial economics concept is a management oriented multidisciplinary. Managerial economics closely related to statistics, and also managerial economics closely related to mathematics, then linear programming, etc. So it is a multidisciplinary in nature. Then managerial economics is art and science, realistic one, etc. These are the important features of managerial economics. An important question ആണ് അവിടെ, what are the features of managerial economics? The next one is scope of managerial economics. Very important question. What are the scope of managerial economics? ഏതൊക്കെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്നുകൂടി എടുത്ത് നോക്കുക, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതുപോലെ തന്നെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്. കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് തിയറി ഓഫ് ഫേം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റും പ്രൊഡക്ഷനും തമ്മിലുള്ള CVP അനാലിസിസ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് ഓഫ് ദി സബ്ജക്റ്റ് അല്ലേ? ഡെപ്ത് ഓഫ് ദി സബ്ജക്റ്റ് ആണ് അവിടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ദ സ്കോപ്പ് ഓഫ് എനി സബ്ജക്റ്റ് ഇൻഡിക്കേറ്റ് ദ ഏരിയ ഓഫ് സ്റ്റഡി ഓർ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ഓഫ് ദി സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന ഏരിയയോ ആ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ വിഡ്ത്തോ ഡെപ്തോ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് ദി മാനേജീരിയൽ എക്കണോമിക്സ്, ഒരു സബ്ജക്റ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഫോർ ഡിമാൻഡ് അനാലിസിസ്, ഡിമാൻഡ് അനലൈസ് ചെയ്യാനോ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടോ. ഡിമാൻഡ് അനാലിസിസ്, നമുക്ക് ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ്, അതായത് കോസ്റ്റ് പ്രൊഡക്ഷനും തമ്മിലുള്ള അനാലിസിസ്, പ്രോഫിറ്റ് CVP അനാലിസിസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസിങ് പോളിസീസ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. We can apply the economic tools. Then study of market. Study of marketലെ നമ്മൾ മാർക്കറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. Then on the basis of competition, perfect market, imperfect market എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് മാർക്കറ്റ്, ഇംപെർഫെക്റ്റ് മാർക്കറ്റിലെ ഇംപെർഫെക്റ്റിലെ മൊണോപ്പൊളി ആൻഡ് അനദർ ടൈപ്സ് ഓഫ് ഒളിഗോപ്പൊളി, ഡിവോപ്പൊളി ഒക്കെ എക്സാമ്പിളാണ്. Then next one is profit management. Capital budgeting. Capital budgeting comprises two terms, that is capital means investment, budgeting means planning. So investment planning is also called as capital budgeting. Then inventory management, linear programming, environmental issues, business cycle, strategic planning. These are the important scope of managerial economics. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലായി. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജീരിയൽ എക്കണോമിക്സ് ആൻഡ് എക്കണോമിക്സ്? എക്കണോമിക്സും മാനേജീരിയൽ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ then അതുപോലെ തന്നെ നമ്മൾ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും പറയുന്ന പോലെയുള്ള ചില വ്യത്യാസങ്ങൾ പറയാം. ദെൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ഡീൽസ് ഇൻ മാക്രോ ആൻഡ് മൈക്രോ. Managerial economics deals in micro in nature, micro economics. കണ്ടോ? ദെൻ അങ്ങനെയുള്ള ചില ഡിഫറൻസ് എഴുതി തന്നിട്ടുണ്ട്, അപ്പോൾ അത് പഠിക്കാം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ മാനേജീരിയൽ എക്കണോമിക്സ്: ഇൻറ്റഗ്രേറ്റിംഗ് എക്കണോമിക് തിയറി, ടു അപ്ലൈ എക്കണോമിക് കോൺസെപ്റ്റ്, ടു മേക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫേം, ടു മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ആൻഡ് ടു ഹെൽപ്പ് ഇൻ ഡിമാൻഡ് ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റിംഗ്, to help in operation of a firm by helping planning, organizing, controlling, etc., to help in formulating business policies, etc. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, പഠിച്ചിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സിലെ എക്കണോമിക്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് such as relationship of managerial economics with microeconomics. മാനേജീരിയൽ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് കോൺസെപ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിനൽ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചർ. ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് മൈക്രോ എക്കണോമിക് അനാലിസിസ് ഹൈലി ഹെൽപ്ഫുൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലെ റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മാക്രോ എക്കണോമിക്സ്.
മാനേജീരിയൽ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടേബിൾസോ ഡയഗ്രാംസോ എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് എപ്പോഴും നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ടെക്നിക്സ് ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക് ക്ലോസ്ലി റിലേറ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്. Then relationship of managerial economics with mathematics. Managerial economics മാത്തമെറ്റിക്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. Then next one is relationship of managerial economics with accounting. അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് അക്കൗണ്ടിങ്, അതായത് പ്രോഫിറ്റിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് അതിൽ പറയുന്നത്. Then next topic, very important topic, what are the basic principles of managerial economics, fundamental concept of managerial economics, theories of managerial economics. വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ദെൻ അതിൽ ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്രിമെൻ്റലിസം, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ഇക്യു മാർജിനൽ കോൺസെപ്റ്റ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇക്യു മാർജിനൽ കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് ആൻഡ് അൺസെർട്ടാനിറ്റി ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. അതിലെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീൻസ് എനിത്തിങ് ദ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ദീസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആർ മെഷേർഡ് ബൈ സാക്രിഫൈസ് മെയ്ഡ് ഇൻ ദ ഡിസിഷൻ. ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ് ഇൻവോൾവ് ദ ഡിസിഷൻ ദർ വിൽ ബി നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ്, ഒരു സാക്രിഫൈസും ഇല്ല എങ്കിൽ ദർ വിൽ ബി നോ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ദിസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. ദെൻ അവിടെ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് എ ചേഞ്ചസ് ഇൻ ടോട്ടൽ കോസ്റ്റ് റിസൾട്ടിങ് ഫ്രം എ. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻക്രിമെൻ്റലിസം. ഇൻക്രിമെൻ്റലിസത്തിലെ ദാറ്റ് കോൺസെപ്റ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻടു ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ഷോർട്ട് ടേം, ലോങ് ടേം, വെരി ഷോർട്ട് ടേം, വെരി ലോങ് ടേം എന്നൊക്കെ പറയുന്നതാണ് ഇത് ടൈം പെർസ്പെക്റ്റീവ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. ദ വാല്യൂ ഓഫ് റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. ദ വാല്യൂ ഓഫ് റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ. ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്താ പറയുക? ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ ഇക്വിറ്റബിൾ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളത് മൾട്ടി പ്രോഡക്റ്റ് ഫ്രം ഫേം വിച്ച് വിൽ റീച്ച് ടു ഇക്വിലിബ്രിയം വെൻ ദ മാർജിനൽ റവന്യൂ ഒബ്റ്റെയിൻ ഫ്രം ദ പ്രോഡക്റ്റ്. ദാറ്റ് മീൻസ് ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ് ദ ബേസ് ഫോർ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ ദ ഇൻപുട്ട്. ഇക്യു മാർജിനൽ കോൺസെപ്റ്റിൽ നിങ്ങളൊരു പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നു. ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ് ദ ബേസ് ഫോർ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ ദി ഇൻപുട്ട് ഓഫ് എ ഫേം സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റബിലിറ്റി. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ്സ് ദ ബേസ് ഫോർ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓൾ ദി ഇൻപുട്ട്. പ്രിൻസിപ്പിൾ ഓഫ് റിസ്ക് ആൻഡ് അൺസെർട്ടാനിറ്റി. റിസ്ക് ആൻഡ് അൺസെർട്ടാനിറ്റി. And also next one is principle of contribution. Uncertainty, risk uncertainty നമുക്ക് ഒരിക്കലും possibility of loss, that is called as risk എന്ന് പറയും. പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളെയാണ് എന്ന് പറയാം. ദെൻ ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ മീൻസ് എസ് മൈനസ് ബി ഓർ എഫ് പ്ലസ് പി. കോൺട്രിബ്യൂഷൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആഡഡ് റവന്യൂ ആൻഡ് ദ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇത്രയും നമ്മൾ വളരെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? എക്കണോമിക് ടെക്നിക്സുകളെ കുറിച്ച്, ടൂൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഫങ്ഷൻസ് അതെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് റിസർച്ച് എക്സെട്ര, റീസണബിൾ പ്രോഫിറ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്.
decision making process നമുക്ക് എന്താ അറിയാവുന്ന decision making, what is meant by decision making? Select the best alternative from various alternatives. Select the best alternative from various alternatives. ഒരുപാട് alternatives നിന്ന് ഏറ്റവും നെക്സ്റ്റ് ആയിട്ടുള്ളത് select the best alternative from various alternatives, that is called as decision making process. Decision making processലെ different steps ഉണ്ട്. Recognize the need, analyze the problem, determine the objectives, list out the constraints, develop the alternative, evaluate the alternative, choose the best alternative, implement. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അവിടെ, വാട്ട് ഈസ് മീൻ ബൈ ഡിസിഷൻ മേക്കിംഗ്, വാട്ട് ആർ ദി പ്രോസസ് ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. ദെൻ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്? Programmed and non-programmed decision, strategic and tactical decision, individual and group decision, personal and organizational decision. Next, these are the different types of decision. Programmed and non-programmed decision, strategic and tactical decision, individual and group decision, personal and organizational decision. In theories of decision making, then classical traditional theory and classical theory, and then importance of forward planning. These are the different types of decisions. And theories നമ്മൾ പറയുന്നുണ്ട് ട്രഡീഷണൽ തിയറി, പഴയ കാലത്ത് നമ്മൾ ഒരു ലോജിക്കില്ലാതെ അതേപോലെ കൊണ്ടുവരുന്നതാണ് ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻറ്റ്യൂഷൻ തിയറി. ഒരു തോന്നലിൻ്റെ ഫലത്തിലെടുക്കുന്ന തീരുമാനങ്ങളെയാണ് നമ്മൾ ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ തിയറിയിൽ ഡിസിഷൻസ് ആർ made rationally. That means after considering the pros and cons of the alternative, the decision maker select the alternative that will maximize the return of the organization. And then next one is behavioral theory or administrative model. Then next one is meaning and definition of forward planning and importance of forward planning. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫേം ഓൺ ദി ബേസിസ് ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ മോഡൽ, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ ആൻഡ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. ദെൻ ഇതിൽ നമുക്കിനി സാധാരണ ഇതിൽ പഠിക്കാനുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതേപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും പിന്നെ ഒരു എസ് എ ക്വസ്റ്റ്യനുമാണ്. ദെൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ് and what are the importance and scope and importance of managerial economics. Scope and importance of managerial economics. Next, various economic tools used in managerial economics. പിന്നെ decision making process. പിന്നെ next one is what are the functions and responsibilities of managerial economics. Then define managerial economics and discuss the relationship of managerial economics with the other subject. അപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്കൊരു 5 എണ്ണെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ്? സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, ടൂൾസ് ഓർ ടെക്നിക്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, ഓർമ്മയില്ലേ? ടൂൾസ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇക്വോ മാർജിനൽ കോൺസെപ്റ്റ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ടൈം പെർസ്പെക്റ്റീവ്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, കോൺട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് ടൂൾസ് ഓർ ടെക്നിക്സ് ഓഫ് എന്ത് പറയുന്നത് managerial economics. Decision making, മൂന്നാമത്തെ decision making process, steps involved in decision making process, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. ഇതൊക്കെ ഇതിൽ ഉണ്ടായിരിക്കാം എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് എന്ന് പ്രതീക്ഷിക്കാം. 3 ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാം. ദെൻ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോൾ ചോദിക്കാം. അതേപോലെ തന്നെ ദെൻ മാനേജറിയൽ എക്കണോമിക്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു അതർ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ എസ് എ ക്വസ്റ്റ്യന് ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അത്രമാത്രം എഴുതേണ്ടി വരില്ല. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 8 പോയിൻ്റെങ്കിലും നമ്മൾ അല്ലെങ്കിൽ 10 പോയിൻ്റെങ്കിലും നമ്മൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 10 പോയിൻ്റ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് 10 പോയിൻ്റ് ഇട്ട് നമ്മൾ 10 പോയിൻറ്റും അത് വാട്ട് ഈസ് മീൻ ബൈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 10 പോയിൻ്റ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ 10 പോയിൻറ്റും 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എയറോട്ടിട്ട് പിന്നെ അത് 10 എക്സ്പ്ലെയിൻ ചെയ്യുന്ന 1-2 സെൻറ്റൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ 10 മാർക്കിലേക്ക് അതിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എസ്സിയും ചോദിക്കാം, ഷോർട്ട് എസ്സിയും ചോദിക്കാം. ഷോർട്ട് എസ്സി ചോദിക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത്തിലൂടെ കുറച്ചുകൊണ്ട് നിങ്ങളതിനെ എഴുതുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്കസ് 2 ബേസിക് ടൂൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഏതെങ്കിലും 2 ടൂളിനെ കുറിച്ച് പറയും. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് പറയാം, ഇൻക്രിമെൻ്റലിസം പറയാം, അങ്ങനെ ഏതെങ്കിലും 2 ടൂളുകൾ പറയാം. പിന്നെ എക്സ്പ്ലെയിൻ വാല്യൂ മാക്സിമൈസേഷൻ,
or explain sales maximization, explain utility maximization. അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ഒരു ലെവലിൽ 8 പോയിൻ്റെങ്കിലും ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ എഴുതണം. ഇതാവുമ്പോൾ വാല്യൂ മാക്സിമൈസേഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് വൈസ് ചെയ്തിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് അതുപോലെ എഴുതാം. 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ എക്കണോമിക്സ്, ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. സ്റ്റേറ്റ് ദ ഡെഫിനിഷൻ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് അക്കോർഡിംഗ് ടു അപ്പോൾ ഡിഫൈൻ എക്കണോമിക്സ് ആൻഡ് ഡിഫൈൻ മാനേജീരിയൽ എക്കണോമിക്സ്. വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? വാട്ട് ഡു യു മീൻ ബൈ ഫോർവേഡ് പ്ലാനിങ്? വാട്ട് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? വാട്ട് ഈസ് പോസിറ്റീവ് എക്കണോമിക്സ്? വാട്ട് ഈസ് നോർമാറ്റീവ് എക്കണോമിക്സ്? മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ആൻഡ് വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ്? വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വിത്ത് മാത്തമാറ്റിക്സ്? ഇങ്ങനെയൊക്കെയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതേപോലെ തന്നെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇനി ഓരോ ഇൻട്രാക്ഷൻ പീരീഡിൽ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് ഓരോ ടോപ്പിക്കിലും നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ മറുപടി പറയാം. അങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ കംപ്ലീറ്റ് ആണ്. താങ്ക് യു.